സൈബർ ഇടത്തിൽ തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി ബി.ജെ.പി. നേതാവ് സുരേഷ് ഗോപി. തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി. മണ്ഡലത്തിൽ വിവിധ പരിപാടികളുമായി നിറയുന്ന താരം ബി.ജെ.പിയിൽ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് മറുപടിയുമായാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത്. ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞതിനെ അവർ വളച്ചൊടിക്കുകയാണെന്നും വസ്തുത അറിഞ്ഞ ശേഷം മാത്രം വിമർശിക്കാൻ വരൂ എന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ ജീവിതം അയ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ജനിച്ചു വീണ വീട്ടിലെ പ്രധാന ആരാധനാമൂർത്തി അയ്യപ്പനാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ ആചാരമനുസരിച്ച് മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും. പിന്നെ അതിൻ്റെ ചിട്ട അനുസരിച്ചാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ. ശബരിമലയിൽ തന്ത്രിമാരും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഹോമം നടത്തുന്നു, വിളക്ക് കത്തിക്കുന്നു, എണ്ണ തേച്ച് വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നൊരു തോന്നലാണ്, സുരേഷ് ഗോപി പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എനിക്കിപ്പോഴും ഭയങ്കര ആഗ്രഹമാണ്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കും. ഈ പൊട്ടന്മാർ എന്നെപ്പറ്റി എന്താ വിചാരിച്ചേക്കുന്നേ? ഞാനീ പറഞ്ഞതിന്റെ പേരിൽ അവർ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. വർഗീയവാദിയാക്കി തന്നെ തേജാവധം ചെയ്യാനാണ് ഇതിന്റെ പേരിൽ അവർ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ സത്യം അറിയണമെങ്കിൽ തന്ത്രി രാജീവരുടെ നമ്പർ തരാം. എത്ര വർഷം മുൻപാണ് അദ്ദേഹത്തോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കൂ. 1995 മുതൽ ഞാനിത് അദ്ദേഹത്തോട് പറയുകയാണ്. എന്നെ വർഗീയനായി ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട് ചില ഊളകൾ, സുരേഷ് ഗോപി വ്യക്തമാക്കി. തനിക്ക് അടുത്ത ജന്മമുണ്ടെങ്കിൽ തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം പലതവണ വിവാദം സൃഷ്ടിച്ചിരുന്നു. തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശബരിമല ശാസ്താവിനെ അകത്തുനിന്നല്ല പുറത്തുനിന്ന് തൊഴണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ സംവിധായകൻ കമൽ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.